Assalamualaikum, welcome back to my channel. So we're going out once again. അപ്പോൾ മമ്മ നാളെ പോകും ഗൈസ്. നാളെ വൺ ഓഫ് ദ സ്പെഷ്യൽ ഡേ ആണ്. ആൻറ്റിയുടെ ആനിവേഴ്സറി ആണ്, അജിത്താൻ്റെ ആനിവേഴ്സറി ആണ്. സോ നാളെ ആനിവേഴ്സറി കഴിഞ്ഞിട്ട് മമ്മ ഈസ് ഗോയിങ് ബാക്ക് ടു മാംഗ്ലൂർ. സോ അതിന് മുമ്പ് നമുക്ക് പുറത്ത് പോകണം, അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കണം. ലോട്ട് മോർ തിങ് ടു ഡു അല്ലേ. അപ്പോൾ സുനു ആണ് ഇന്നെ വ്ളോഗ് എടുക്കാൻ ഓർമ്മിപ്പിച്ചത്. എന്താണെന്ന് അറിഞ്ഞൂടെ, ഈ ക്യാമറ വന്ന പിന്നെ സുനു വെരി ഇൻട്രസ്റ്റഡ് ഇൻ വ്ളോഗിങ്. അത് എൻ്റെ വ്ളോഗ് എടുക്കാനാണ് ഇവർക്ക് മോൾക്ക് ഭയങ്കര താല്പര്യം, സ്വന്തമായിട്ട് എടുക്കാനല്ല. സോ മമ്മ റെഡി ആയിട്ടുണ്ട്, പുതിയ സൽവാറൊക്കെ ഇട്ടിട്ട്, പിങ്ക് കളർ സൽവാറൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട്. സോ ഗൈസ്, ദിസ് ഇസ് ദി ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ഞാനൊരു റീൽ എടുത്തിട്ടുണ്ട്. റീൽ എത്ര പെട്ടെന്ന് ടൈം ഉള്ളപ്പോൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം അവിടുത്തെ വീടൊക്കെ ലോക്ക് ആക്കിയിട്ട് വന്നിട്ടുണ്ട്. ഒന്നുമില്ല. ഇതെന്താണ് സുനു ഊട്ടഡ്? പക്ഷേ അത് ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ഊട്ടഡായിരുന്നല്ലേ. ഫുൾ ഷോർട്ട് ഫോം ആയിട്ട് ഭയങ്കര ടഫാണ്. ഞാൻ വെന്തോണ്ടിരിക്കുക ഗൈസ്. സോ നമ്മൾ സിനോജ് ബ്രോ എത്തിയിട്ടുണ്ട് ആഫ്റ്റർ എ ലോങ് ടൈം. നാട്ടിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വെയിലുള്ള മഴ, പാവ പോസ്റ്റ് അടിച്ചിരിക്കണ കണ്ടില്ലേ ഒറ്റക്ക്. ഞാൻ അപ്പോഴേ പറഞ്ഞ ലാസ്റ്റ് റെഡി ആയിപ്പോളാം, ലാസ്റ്റ് ഇറങ്ങിക്കോളാം. ലാസ്റ്റ് ആണ് റെഡി ആയത് രാടാ. എന്നിട്ട് വലിയ കാര്യമുണ്ട്, ഞാൻ വണ്ടി കയറിയാന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി. പക്ഷെ നമ്മള് ബ്ലോഗിലേക്കണേ വാശമേ പെട്ടെന്ന് എടുത്തോ വാശിപ്പ്. അവർ പെട്ടെന്ന് എടുത്തോളൂ. പക്ഷെ അപ്പോഴത്തേക്കും ക്യാമറ പൊക്കി പിടിച്ചോണ്ട് വന്നാണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി. സോ ഗൈസ്, നമ്മൾ കാറി കയറി. അത് കൊറേ നേരമായി. സോനുനെ മമ്മയെ നമ്മൾ ഡെന്റിസ്റ്റിന്റെ അവിടെ ഡ്രോപ്പ് ചെയ്തു. ബിക്കോസ് അവർക്ക് മമ്മക്ക് സോനുന്റെ ക്ലിപ്പ് ടൈറ്റ് ചെയ്യാനുണ്ട്, ബ്രേസസ് ടൈറ്റ് ചെയ്യാനുണ്ട്. സോ അത് ചെയ്യാൻ പോയി. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഇറ്റ് ഹാർലി ടേക്സ് ഒരു ഹാഫ് ആൻ അവർ, ഓക്കെ മോർ ദൻ ഹാഫ് ആൻ അവർ എടുക്കും. അപ്പോൾ നമ്മൾ ലുലു വന്നു. പക്ഷേ നമ്മൾ കാറിലിരിക്കുന്നേ ഉള്ളൂ. ബേബി പോയിട്ട് ആൻറ്റിക്ക് വൺ മോർ ഗിഫ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്താന്ന് പറയണില്ല, ഇറ്റ്സ് എ സർപ്രൈസ്. അപ്പോൾ ബേബി അത് എടുത്തോണ്ട് ഓടിപ്പോയിട്ട് ഓടി വരുമെന്നാ പറഞ്ഞത്. അപ്പൊ ഞാനും എബു, സൈഗു, സുനു നല്ല കുട്ടികളായിട്ട് കാറിലിരുന്നാൽ നമുക്ക് ബേബി അല്ലേ, എന്നെ കണ്ട കുട്ടിന്ന് പറയൂലേ, പറയല്ലേ അമ്മയാണ്. 3 പിള്ളേരുണ്ട്. പക്ഷെ ഒരു കുട്ടിയല്ലേ, ഞാനൊരു കുട്ടിയല്ലേ എൻ്റെ അമ്മക്ക് അല്ലേ ഗൈസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ഒരു റീൽ ഞാൻ എടുത്തിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ. ഞാനത് എത്രയും പെട്ടെന്ന് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ കുട്ടാപ്പി ഉറങ്ങി, എൻ്റെ സ്ലീപ്പ് ടൈമാണിത്. അപ്പോൾ ഉറങ്ങിയിട്ടാണ്. നമ്മൾ എന്തായാലും വണ്ടിയിലിരുന്ന് ചിറ്റാ ചെയ്യുന്നതായിരിക്കും ഉമ്മമ്മക്ക. അപ്പോൾ ബേബി പോയിട്ട് പറയട്ടെ. നമുക്ക് എന്തായാലും 3 പേർക്കും ഇൻട്രസ്റ്റ് ഇല്ല ലുലു കയറാൻ. വെറുതെ അവിടെ നടന്നിട്ട് ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നല്ല ലഞ്ച് ചെയ്യാൻ പോണേ. അതായിരിക്കും നമ്മളിപ്പോൾ ഇരുന്നിട്ട് പ്ലാൻ ചെയ്യാൻ പോണത് അല്ലേ സുനു ഓൾറെഡി അവിടെ എൻ്റെ ഫോൺ എടുത്ത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക എവിടെ പോകണമെന്ന്. നാളെ എന്തായാലും അമ്മ പോണേ അല്ലേ. അപ്പോൾ അമ്മങ്ങനെ അടിപൊളി ഫുഡൊക്കെ കഴിപ്പിക്കണം, അങ്ങനെയൊക്കെയാണ്. നാളെയാണ് ദാദിയുടെ ആനിവേഴ്സറി. യെസ്, 21-നാണ്. അപ്പോൾ സുനു എന്തെങ്കിലും പറയാനുണ്ടോ? നേരെ ബാക്ക് ക്യാമറ കിട്ടിയ പ്ലേസ് ഇല്ല, നോക്കിക്കോ. ഡാഡ അങ്ങനെ ലുലുലു പാർക്ക് ചെയ്യാനാണ്. ഡാഡി ഓക്കെ. ലുലുയുടെ പാർക്കിംഗ് കാണണോ ഗൈസ്? കണ്ടോളൂ. എന്നാ നമുക്ക് സ്പേസ്. പണിയൊക്കെ കഴിഞ്ഞു. അല്ലോ, ഞാൻ നേരത്തെ എടുത്ത് ഇങ്ങനെ ആയിരുന്നല്ലോ വീഡിയോ, മറ്റേ റീൽ ടൈപ്പ് അല്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് തിരിക്കാൻ മറന്നുപോകും. യെസ്, 2 chicken fried rice, 1 chicken tikka. चिकन टिक्का मसाला दूसरा वाला कौन सा, क्या टाइप है? ग्रिल टिक्का मसाला मतलब ग्रेवी आता है. ग्रिल type, dry one. Dry ना? And one half. And one chili chicken. Gravy, right? Gravy വേണോ നിനക്ക്?
semi gravy. Curry? What curry you want? പെപ്പർ ചിക്കൻ. Pepper chicken. See, already I ordered chicken perettu. Ah, അത് മതി, മതിയില്ലേ? മതിയോ? Two it per. Could you please repeat the order? And 2 chicken fried rice, 1 chicken tikka half, 1 chili chicken semi gravy, 1 chicken 65. It started saying other chicken 65 half or something. Half. Then 1 chicken perettu, 1 major, cream of chicken 1 by 2. Guys, you know what? It takes 25 minutes. We are post. Guys, അപ്പോൾ ഓർഡർ ചെയ്യണ കണ്ടല്ലോ, അറിഞ്ഞല്ലോ. ഓർഡർ ചെയ്യുമ്പോൾ ഇത്ര ജാടെന്ന് നിങ്ങൾ പറയരുത് കേട്ടോ. ഞാൻ ഓർഡർ ചെയ്യുന്ന സ്റ്റൈൽ അങ്ങനെയാണ്. എനിക്ക് ചെന്ന പിന്നെ ഒന്ന് ഓർഡർ ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെയാണ് ഗൈസ് ഓർഡർ ചെയ്യുന്നത്, കുറച്ച് നല്ല രീതിയിൽ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതൊക്കെ പറയൂ, നിങ്ങൾ കേട്ടല്ലേ? ചിക്കൻ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ചിക്കൻ ടിക്ക, ചിക്കൻ 65, ചിക്കൻ പെരട്ടു. ഇന്ന് ചിക്കൻ്റെ കളിയാണ്. വീറ്റ് പൊറോട്ട, സുനൂന് ക്രീം ഓഫ് മഷ്റൂം സൂപ്പ്, അതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് വൈത്തൽ സ്പേസ് ഉണ്ടെങ്കിൽ ഇൻഷാല്ല വിൽ ഓർഡർ സംതിങ് എൽസ്. അപ്പോൾ അതൊക്കെയാണ് കഥ. ഉമ്മ മോളെ കാണിച്ചു തരുക. മോളൊക്കെ എൻ്റെ മോനാണെങ്കിൽ ഒരു രക്ഷയില്ല, ഓടി നടപ്പാണ് ഗൈസ്. ക്യാമറ ഞാൻ തിരിച്ചില്ല. നിന്റെ വീഴാം പറ, ഈ ക്യാമറ പറയുമ്പോൾ നിനക്കൊരു ഹൈറാണല്ലേ? എന്താ ഇങ്ങനെ ചെയ്യല്ലേ? ഇല്ല, തൽക്കാലം നീ തന്നെ പറ. നീ എന്തായാലും ഓവറാക്കി കൊണ്ടിരിക്കണല്ലേ, അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യും. എന്തോ ഞാനപ്പോഴും ഓവർ തന്നെ. പറ്റുന്ന മതി, ഇല്ല പറ്റില്ലത്. അല്ല ഗൈസ്, എന്റെ വ്യൂവേഴ്സിനെ അറിയാം ഞാൻ ഓവറാണ്. പറ്റുന്ന മതി ഗൈസ്. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ ആദ്യമായിട്ടാണ് പറയണേ. ഐ ലൈക്ക് ദ ആംബിയൻസ്. ഇനി ഫുഡ് എങ്ങനെ ഓർഡർ ചെയ്യാറുണ്ട് വീട്ടിൽ, അത് സ്ഥിരമാണല്ലോ, എപ്പോഴും ഓർഡർ ചെയ്യാറുണ്ട്. നല്ല ഫുഡാണ് ആക്ച്വലി. 1-2 അത് തന്നെ നീ പറ. ഞങ്ങൾക്ക് എന്താ ഫുഡ് ഇഷ്ടപ്പെട്ടതിന് അതൊന്നും വേറെ ഞാനും ശുനു ഇന്ന് പറയണ്ടായിരുന്നു അത് കാറില്. പരീക്ഷിക്കൂല. കൊറേ നോക്കി വെച്ചിട്ടുണ്ട്, കൊറേ സൈഡിൽ വെച്ചിട്ടുണ്ട്, പക്ഷെ പോകാറില്ലെന്ന് മാത്രം. ഇന്നും ഒന്ന് വെറൈറ്റി ചെയ്യാന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞിട്ട് നമ്മളെവിടെ പോകണുണ്ടെങ്കിലല്ലോ വീട്ടിലോട്ട്. നോ ബേബി, അത് ഞാൻ ഒതുക്കി വെച്ചേക്കണം ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് വേറെ പ്ലാനൊന്നും ഇല്ല. എവിടെയെങ്കിലും പോകണുണ്ടോ നമ്മൾ? വീട്ടിലോട്ടാ. എന്റെ തലല്ല, വ്യൂവേഴ്സ് സന്തോഷിക്കും. ആ ജാറിന്റെ തല പൊട്ടി വീണെന്താവുമല്ലേ എന്ന് വ്യൂവേഴ്സ് സന്തോഷിക്കും. ബാക്ക് ക്യാമറ ഞാൻ പറഞ്ഞില്ലേ ഫിഷ് പൊടി, ഇത് ഗോൾഡ് ഫിഷ് പൊടി ഫിഷ് ഒരു ഗോൾഡ് ഫിഷ് അല്ലേ അത്? ഗോൾഡ് ഫിഷ്. യെസ്. അശ്മി സൂം ആക്കിയിട്ട് കൊള്ളാം. നമ്മുടെ ക്യാമറ തന്നെയാണ് അടിപൊളി. വെറുതെ നമ്മ 68, 40, 520 എന്ന് മേടിച്ചിട്ട് അവിടെ മൂലക്ക് ഇരിപ്പുണ്ട്. And guys, you know what? Baby is going somewhere else. Out of country പോകുന്നുണ്ട്. ഇത് മാസം ഇതിനുള്ളത് നിങ്ങൾക്കത് സ്ഥിരമായല്ലോ. മറ്റന്നാൾ he's living to പറയണോ പ്ലേസ് വേണ്ടല്ലോ? പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. He's going to Vietnam. I don't know how to pronounce it. വിയറ്റ്നാം ആണോ എന്ന് അറിയില്ല. പക്ഷെ പോണുണ്ട്. പോയിട്ട് വരുമ്പോൾ പറയേണ്ടതായ രീതിയിൽ പറയണമെന്ന് പറയുക നിങ്ങൾ. അതെങ്ങനെയാന്ന് ബേബിക്ക് അറിയാം. കാണിച്ചു കൊടുക്കുന്നു. വെയിറ്റ് ഇല്ലാത്ത ഫ്ലൈറ്റാണ് ഗൈസ് എടുത്തത്. റിട്ടേൺ വരുമ്പോൾ വെയിറ്റ് പൊക്കാൻ പറ്റാത്ത ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തത്. മറ്റേ ഉന്തുവണ്ടിയായിട്ട് പോകേണ്ടി വരും. വരുമ്പോ വരേണ്ടതായ കാര്യത്തില്ല ക്രമത്തിൽ പറയണം. സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇത്ര നല്ല ലൈറ്റിങ് എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫ്രണ്ട് ക്യാമറ പിന്നെ സൂം ആക്കി, അപ്പൊ കുറച്ചും കൂടെ മറ്റു ഓപ്ഷൻ അല്ല, സൂം ആക്കിയിട്ടുണ്ട്. ഫുള്ളാവും. രശ്മിട്ട് കാണാൻ നല്ല പറഞ്ഞു നേരത്തെ.
സോണിനെ അമ്മനെ അങ്ങോട്ടാക്കി. പല്ല് ടൈറ്റ് ചെയ്ത പല്ല് കാണണം. കാറിലിരിക്കണായിരുന്നു. എനിക്കും സുനാണെങ്കിൽ ഡോണറ്റ് കഴിക്കാൻ കൊതിയായിട്ട് വയ്യ. ചോക്ലേറ്റ് കൊണ്ട് ഇല്ല, കൊതിച്ചിരുന്നു. ക്രീം ഓഫ് മഷ്റൂം 1 ബൈറ്റ്, ഹാഫ് എനിക്ക് ഹാഫ്. സുനാത് മതിയാവൂല, ഞാൻ തരാട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കറക്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയോ? ഇറ്റ്സ് ഗുഡ്. നല്ല തിക്കായിട്ട്. ഇപ്പൊ ആരുടെ കാണുക? മഷ്മിനെ കാണിക്കണം, അത് കാണിക്കണം. അയ്യോ അയ്യോ, ഓപ്ഷൻ ഫുള്ള് ഇതായി. ഓനോ മാനത്തേക്ക് പോയി കൺട്രോൾ ഭയങ്കര. വാങ്ങുള്ളൂ. ഓക്കെ, ഇപ്പൊ കണ്ടു. ആ പറഞ്ഞോ. ഹെവി ഫാസ്റ്റ് ആണ് ഞാൻ കേട്ടിക്കൊണ്ട് 2 ദിവസമായി കഴിച്ചു. ഉടുക്കത്തെ ഡയറ്റിങ്, അതുകൊണ്ട് ഭയങ്കര കാന്തി പിസ് കാണിക്കും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോ അതിനെ ക്രമത്തിൽ ചെയ്യുന്നു. എത്ര ദിവസം ഉണ്ടാവും നോക്കാം. പക്ഷെ എവിടെയെങ്കിലും പോകണല്ലോ, അപ്പൊ നൈസായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചു. ഞാൻ നീയല്ല നിന്നെ പോലെ അല്ല, തുറന്നത് മേടിക്കല്ല. മോനെ പറയണ്ട കേട്ടോ, മോനെ കഴിക്കാറില്ല. ഡയറ്റുള്ള ആളെ ചിക്കൻ 65 ഓർഡർ ചെയ്തേക്കാം. ചിക്കൻ തിന്നാന്ന് പറഞ്ഞില്ലേ? ഹാഫല്ലേ ഓർഡർ ചെയ്ത ഡയറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ കാണണായിരുന്നു. പാവ എല്ലാം ഓർഡർ ആക്കണേ. ബിരിയാണി, ടിക്ക, എല്ലാം ഡിസേർട്ട്. ഇനി നമ്മൾ ഈ ഫുഡ് കഴിഞ്ഞിട്ട് ഞാനും സുന ഡിസേർട്ട് ഓർഡർ ആക്കും. എന്നാലും ജൈഗ് ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കും. അതാണ് ഞങ്ങൾ ജൈഗിന്റെ ഡയറ്റ്. അത് പറഞ്ഞപ്പോൾ സൈക്കിന്റെ മുഖം മാറി. ടീഷർട്ട് വരെയായിരുന്നു. ടീഷർട്ട് മമ്മ വന്നിട്ട് ഇന്നത്തേക്ക് എത്ര ഡേയ്സ് ആയിരുന്നു? 10 days പോലെ പോയി. 10 ദിവസമായിട്ടേ തോന്നുള്ളൂ. നമുക്ക് തോന്നിയിട്ടില്ല. എല്ലാവരും പറഞ്ഞിട്ട് ഫുള്ള് കോപ്പറേറ്റ് ആയിരിക്കും കാണിക്കാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ പറഞ്ഞു, സോങ്ങാണ് കൂടെ പ്ലേ ആയിരിക്കും. നിങ്ങൾ പറഞ്ഞിട്ട് ഇനി ഇതാക്കാം. എനിക്ക് ഫുൾ ഡിസേർട്ട് ആണ്. പക്ഷേ നമുക്ക് ഡിസേർട്ട് കൊറേ ഉണ്ട്. അമ്മക്ക് പിന്നെ നമ്മൾ കഴിച്ച സ്പൂണൊന്നും പറിച്ചിട്ടല്ലേ, വേറെ തന്നെ സ്പൂൺ ജൈഗിനെ പോലെ. ജൈഗോ അമ്മക്കറിയാം നിന്റെ വായ എത്രത്തോളം ഉണ്ടെന്നല്ലേ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അത് അമ്മക്ക് അറിയാവോ? അത്ര ക്ലീൻ ആണെന്ന് അറിഞ്ഞൂടെ? അതുപോലെയാണ് അമ്മ സ്പൂൺ എടുക്കാത്തത്. എന്റെ പല്ലൊക്കെ ക്ലീൻ ആണ്. എന്റെ പല്ലിന്റെ അത്ര ക്ലീനും എന്റെ പല്ലിന്റെ അത്ര സ്ട്രോങ്ങും ഹൈജീനും നിങ്ങളുടെയില്ല. നിങ്ങളെ പോലെ കമ്പിട്ട് ഒതുക്കിയ പല്ലോന്നല്ല എന്റെ. 1 പല്ലായിരുന്നല്ലോ പറയണേ റിയാലിറ്റി. എന്നിട്ട് ഭംഗിയായിട്ട് ഇപ്പൊ റാബിറ്റ് പല്ലാക്കി വെച്ചേക്കണേ. ഒതുക്കലും അതിലൊന്നും മാറ്റർ അല്ല. പല്ലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പല്ലല്ല മാറ്റർ, വാ നന്നായിരിക്കണം. എന്റെ വാ നല്ലതാ. ഒരാൾ പോലെ എന്റെ വാ കമ്പയർ പറയാം. അങ്ങനെ എത്രയൊക്കെ അറിയാൻ മാത്രം. Not that, it's family. I think it's family. Okay guys, ഞാനൊരു ക്ലോസ്-അപ്പ് സ്മൈൽ തരാം. മഞ്ഞപ്പല്ല് That's strong. അറിഞ്ഞൂടെ സയൻസ്? എനിക്കറിയില്ല. കുറച്ച് ഡിമ്മായിട്ടുള്ള ഹെൽത്തി പല്ലാണ്. ഈ പല്ലല്ല വേണ്ട, രണ്ടുപേരെ മതിക്കരുത്. ഹെൽത്തി പല്ലാണ്. ചോദിക്കും സോണ്ട. അതന്നെ ജൈഗിന് ഇഷ്ടമാണല്ലോ എന്റെ പല്ല്. ജൈഗ് പറയാലോ എനിക്ക് മഷുമ്പിനെ പോലത്തെ പല്ല് വേണമെന്ന്. ക്ലീൻ ആക്കത് പോയി ബ്രഷ് ചെയ്തിട്ട് പടി. ഹെൽത്തി പല്ലാണ്. ലൈറ്റ് യെല്ലോഷൻ. ഹെൽത്തി പല്ലുള്ള മഞ്ഞപ്പല്ലുള്ളവരൊക്കെ അങ്ങനെ പറയും. ഇല്ല, ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ. അതന്നെ ഹെൽത്തി പല്ലെന്ന് പറഞ്ഞാൽ ഫുൾ വൈറ്റ് ആയിരിക്കില്ല, യെല്ലോഷൻ. എവിടെയാ അതും പറഞ്ഞ് മഞ്ഞ കളർ അഴുക്ക് പിടിച്ചിട്ട് വെറുതെ അല്ല ഹിന്ദിക്കാരൊക്കെ മറ്റേ മഞ്ഞക്കളർ. അതല്ല, ജസ്റ്റ് ലൈറ്റ്. അപ്പൊ പല്ലിൽ ഇത് പോയിട്ട് മഞ്ഞക്കളറിന്റെ കാര്യം ടെൻഷൻ അടിക്കണ്ട. ഹെൽത്തി പല്ലാണെന്ന് ഇവരെന്തെങ്കിലും പറഞ്ഞത്. ഓർഗമെന്റ്സിനില്ല. ഞാൻ മഷ്മി. ഡിസേർട്ട് നോക്കട്ടെ എന്താ കൊറേ ഉണ്ട് അതില്. നോക്കാൻ പോകുന്നു. ഞാൻ എന്റെ പല്ലില് ബ്രേസസ് മാറ്റുമ്പോ നല്ല ശരിയാവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നല്ല ശരിയായിരുന്നു. ഇനി ഇതെന്താ? ഞാൻ പറഞ്ഞു യക്ഷി പല്ല് കാണുന്നതാണ് മിക്കവർക്കും ഇഷ്ടം. ബഷിയാലും മഷുവൊക്കെ പറയാം. എനിക്കത് ഇഷ്ടം. വേറെ ആൾക്കാർ എനിക്കത് ഇഷ്ടം. സോണിന്റെ ബാങ്ക് പല്ലാണ്. അതന്നെ, ഈ യക്ഷി പല്ല് കാണുന്നതാണ്. അപ്പൊ ഈ കമ്പി ഇട്ടപ്പോഴത്തെ ഉള്ളിലോട്ട് പോയി. അപ്പൊ മിക്കവരും പറയും, ചിലർ കമന്റ് കാണാം ഇപ്പൊ പല്ല് ബ്രേസസ് ഇട്ട് തുടങ്ങി നല്ല ശരിയായി. ചിലവരാണ് പണ്ടത്തതല്ലത്, ഇവരങ്ങനെ പറയണത്. അപ്പൊ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞതാണ്. അല്ല, അത് ഈ ബ്രേസസ് എടുത്ത് കഴിയുമ്പോ നന്നാവും. അമ്മക്ക് മണ്ണത്തെ പോലെ ഇഷ്ടമാണ്. അടുത്ത പണ്ടത്തെ വല്ലി. ലുക്ക്
ഹൈലൈറ്റ് ഓഫ് ദ ഫേസ്, മറ്റേ ഡ്രാക്കുല. ഐസ് ആൻഡ് ഡ്രാക്കുള പല്ല് ഡ്രാക്കുള പല്ല് കാണാൻ പറ്റാതായപ്പോ തന്നെ ചിരിക്കുമ്പോ ഡ്രാക്കുള പല്ല്. അല്ല ഈ ബ്രേസസ് മാറ്റുമ്പോ ശരിയാവും എന്നാണ് പറയണത്. ഞാൻ ഫുഡ് ഒരു ഓർഡർ ആക്കിയില്ല അത് കഴിക്കാൻ വേണ്ടി. ഫുഡ് വരട്ടെ എന്നിട്ട് ഇല്ല, ഞാൻ ഫുഡ് ഒരു ഓർഡർ ആക്കിയില്ല. ആകെ ഈ സൂപ്പും പിന്നെ ബാക്കി ഡിസേർട്സും. അറിഞ്ഞൂടാ, നോക്കാം. നമുക്ക് വേറെ വേറെ ചെയ്യാം. യെസ്, നമുക്ക് ഇവിടെ ഹാപ്പി സൺഡേ. ഞാൻ ഫലൂഡ ഓർഡർ ആക്കൂല, വേറെ എന്തെങ്കിലും. മധുരം ഉണ്ടല്ലോ. സുനു പറഞ്ഞ് ക്യാമറ എടുത്ത് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. എന്തിനാ സുനു റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞത്? ഞാനിന്റെ അവിടെ ഞങ്ങള് ഹെയർ വെച്ചിട്ട് ബ്രൗൺ ആരുടെ കൂടുതൽ നോക്കണായിരുന്നു. നിനക്ക് അതിന് ഹെയർ ഇല്ലല്ലോ. ഹെയർ ഉണ്ട്. എനിക്ക് പിന്നെ ഹെയർ ഉണ്ടെന്ന് പറയുന്നില്ലേ. ഇല്ല, നിങ്ങളെ നെറ്റ് തന്നെ ഓക്കെ. നിങ്ങൾക്ക് നല്ല നെറ്റ്, നിങ്ങൾ മുടി വെച്ച് കവറായിട്ടില്ലയോ? നല്ല നല്ല നെറ്റിയുണ്ട്. കാണിച്ചിട്ടെ എനിക്ക് എവിടെയെങ്കിലും സ്പേസ് ഉണ്ടോ നോക്ക് ഫസ്റ്റ്. എന്ത് സ്പേസ് ഉണ്ടാ? ഇതിന്റെ മരുഭൂമിയാണ്. നെറുകലൈൻ അത് ഇത് മുടിയുടെ കെട്ടി കെട്ടി അങ്ങനെ പോയതാ. മതിയാ സുനു. നെറുകലൈനാണെന്ന് പറയുന്നത്. സുനുവിന്റെ നല്ല ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്, മൈതാനം പോലെ. ഡാലിന്റെ ഷോർട്ട് ഹെയർ ആയിട്ടാണ് ഇത്ര ചുരുണ്ട് ഇങ്ങനെ കൂടിക്കിരിക്കണം. എന്റെ ഷോർട്ട് ഹെയർ ആണെങ്കിൽ അങ്ങനെയാവും അല്ലേ? എന്റെ ഇപ്പൊ ഷോർട്ട് ഹെയർ ആയിട്ട് ഇങ്ങനെ നിക്കല്ലേ. ഫോട്ടോ ഫിക്സ് ആക്കി കൊടുക്കും. സാരമില്ല, കണ്ണീര് ഉടച്ചിട്ട് പറയാം. എനിക്ക് മുടിയുണ്ട്, നല്ല മുടിയുണ്ട്. അപ്പൊ എന്താണ് ബ്രൗൺ കളർ? എന്റെ സുരു ആലേഖ പറയട്ടെ. എന്റെയാണ് കൂടുതൽ. എല്ലാ ആവശ്യം ഉണ്ടാവും. ഡാഡിന് മിക്സ്ഡ് ആണ്, ബ്ലാക്കും ബ്രൗൺ മിക്സ്. എന്റെയാണ് കൂടുതൽ. ജൈവ് ഫുൾ ബ്ലാക്ക്. കണ്ടതേ എവിടെ നോക്കുന്നേ? നോക്കി സൈഗുന്റെ ഹെയർ കാണിച്ചു കൊടുത്തേ. അങ്ങനെ ഫുള്ള് ബ്ലാക്ക്. ബ്ലാക്ക് ആൻഡ് സിൽക്കി ലൈക്ക് അമ്മമ്മ. അമ്മമ്മയുടെ പക്ഷെ ബ്ലാക്ക്നെസ് കുറഞ്ഞു. നല്ല ബ്ലാക്ക് ഉണ്ടായിരുന്നു, നല്ല ബ്ലാക്ക് ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ കുറഞ്ഞു. അങ്ങനെ ആണെങ്കിലേ അങ്ങനെ കയറ്റി വെപ്പിങ്ങനെ. മതിയോ? ഇന്നത്തേക്ക് മതിയാവും. ഇവിടെ സന്തോഷം. അത് ഞാനല്ല ഉണ്ടാക്കണത്. ലക്ഷ്മി, നമ്മൾ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല ഡിസേർട്ട്. I will order chocolate fudge. ഞാൻ നോക്കട്ടെ. It's your turn. ഞാൻ നോക്കട്ടെ എന്നിട്ട് പറയാം. ഗൈസ്, നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ടുണ്ട്. നെയ്ച്ചോർ, ഫ്രൈഡ് റൈസ്, ചിക്കൻ പെരട്ട് ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില്ലി ചിക്കൻ, ചിക്കൻ 65, വീറ്റ് പൊറോട്ട. ഓക്കെ, എല്ലാവർക്കും ഇട്ടോ, എടുത്തു. മമ്മ, സൈഗം എല്ലാവരും എടുത്തു. ഫ്രൈഡ് റൈസ് ഒക്കെ നിങ്ങളുടെയാണ്. സൈഗം നെയ്ച്ചോർ. എങ്ങനെയുണ്ട് സൈഗു? എനിക്ക് ഈ ഇറച്ചി പീസ് തന്നെ ഇഷ്ടമല്ല. എനിക്ക് മുള്ളു വേണം. ഇവരെനിക്ക് ഇറച്ചി പീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് മുള്ളു വേണം. മുള്ളു വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വേസ്റ്റുകളൊക്കെ ഏരിയയിൽ ചെന്നാൽ മുള്ളു മീൻസ് എല്ലാം നമ്മൾ ഉദ്ദേശിച്ചത്. അവിടെ ചെന്നിട്ട് ഒരുപാട് എല്ല് കിട്ടും. ഡസ്റ്റ്ബിൻ നിനക്ക് പറക്കേണ്ടി വരും. വിഷമം ഉണ്ടാകുന്ന തോന്നാം. നല്ല ടേസ്റ്റ്. എങ്ങനെയുണ്ട്? ഇത് വേണമെങ്കിൽ എടുത്തോ. ചപ്പാത്തി
ഹായ് എബ്രു, ഹായ് എബ്രു. എബ്രു bye bye, bye bye, bye bye. Cutie, cutie pie, cutie pie. ഇതങ്ങനെ നമ്മളെ ഡിസേർട്സ് വന്നിരിക്കുക. ഇത് ഞാനും സുനു എല്ലാം തീർന്ന് നമ്മൾ തീർക്കും. ഒഴിച്ചോ ഒഴിച്ചോ ഒഴിച്ചോ. അത് അതിൽ തന്നെ ഒഴിക്കണ സാധനം അല്ലേ ഐസ്ക്രീം വെച്ചിട്ട് ഏ ഐസ്ക്രീം ഇല്ല, ഐസ്ക്രീം നമുക്ക് പൊളി. ആദ്യമായിട്ട് നമ്മൾ കഴിക്കാൻ പോണ ഉന്നക്കായ സ്പിക്സ്. ഇതില് ഉന്നക്കായ ആൻഡ് ഐസ്ക്രീം വിത്ത് ഐസ്ക്രീം. സോനു മമ്മ കം. ഉന്നക്കായ സ്പിക്സ് yummy. I'll give you. പറ്റുവാ. Oh my god, സോനുന് കൊടുക്കുമ്പോ എന്താന്ന് അറിഞ്ഞൂടാ ഗൈസ്, വലിയ പീസാണ് പോണ. റിയാക്ഷൻസ് പൊളി. നമ്മ ഈ വില വീട്ടിലുണ്ട്. യം യം യം. മമ്മ കം. ട്രൈ ചെയ്യാത്ത ഒരു സെലക്ഷൻ. ശരിക്കും ഗുലാബ് ജാമുൻ ഐസ്ക്രീം തിന്നണ പോലെ ഒരു 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 അതിന്റെ ഒരു കസിനെ പോലെ. മമ്മക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. You're in diet, baby. ഇതൊക്കെ കണ്ട് കൊടുക്കണോ? ഇതാ സൈഗോ. Sizzling brownie. Excuse me. ബനാന ട്രഫിളിന് ഞാൻ കുറച്ച് ഐസ്ക്രീം എടുത്ത് സ്ലിം ബ്രൗണി. One sizzling brownie. സ്ലിം ബ്രൗണിക്ക് ഇടിയായ 2 പേർ. അത് ഒരു കളഞ്ഞ അതിവരൊന്നും തൊടാനില്ല എനിക്ക്. ഉണ്ടല്ലോ ഒഴിക്കാൻ പോലെ ശരിയാ പോയിക്കണ്ട കുടി. അങ്ങനെ കിടിലം ഫുഡൊക്കെ നമ്മൾ കഴിച്ചു. ഫുഡിനേക്കാൾ ഡിസേർട്ടാണ് കഴിച്ചത് ഗൈസ്. ഞാൻ സുനോക്ക് വെറ്റി മിഴുങ്ങുന്നുണ്ടായിരുന്നു ഗൈസ്. മണ്ണിച്ചു പോയി. അയ്യോ മണ്ണിച്ചു ഗൈസ്, മണ്ണിച്ചു. എപ്പോ നോക്കൂ ഗൈസ്, നമ്മുടെ എറണാകുളം റോഡ് നോക്കൂ. എറണാകുളം എന്ത് നമ്മളെ കഴിഞ്ഞ വ്ളോഗിലും ഇങ്ങനെ റോഡിൽ സൈഡിലുണ്ടായിരുന്ന ഒരു ക്ലിപ്പിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഭയങ്കര നല്ലൊരു ക്ലൈമറ്റ് അല്ലേ? ഒരു കഴിഞ്ഞ ദിവസം എങ്ങനെയായിരുന്നു? കഴിഞ്ഞ വ്ളോഗിൽ നമ്മളിപ്പോ സീപോർട്ട് എയർപോർട്ട് റോഡിലാണ്. അയ്യോ ശ്വാസം മുട്ടിയെടുക്കാൻ പറ്റില്ല ഗൈസ്. എനിക്കും ടൈറ്റായി. മമ്മ എവിടെ? ഞാനും മമ്മക്ക് ബ്രൗണി ഭയങ്കര ഇഷ്ടമായി മമ്മക്ക് അല്ലെ? കുറുമ്പ് കാണിച്ച് ഓടി നടന്നിട്ട് തലയിൽ ഒരു ചെയറൊക്കെ മുട്ടി, എന്നിട്ട് അടങ്ങി ഒതുങ്ങി എന്റെ കയ്യിലിരിക്കും.
നന്നായി. സോനു ചോദിക്കണായിരുന്നു ഒരു വീഴ്ചയിൽ നീ നന്നായ കുട്ടി. ഇതൊക്കെ പിടിച്ചു കയറും. അയ്യോ കൈ കടച്ചിട്ട് വയ്യ. ഞാൻ പിടിയാ. ബ്രൗണി ഇവിടെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഇത് കഴിക്കുമ്പോഴും ഒരാൾ കട്ടക്ക് ഡയറ്റ് പിടിച്ച് ഒരു വായ പോലും കഴിച്ചില്ല. എനിക്ക് തോന്നുന്നു ഈ ഡയറ്റ് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും എന്നാ തോന്നുന്നത്. പക്ഷെ യൂഷ്വലി ഡയറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് വായ വെച്ച് കൊടുത്ത കഴിക്കാറുണ്ട്. ഇത് അതുപോലില്ല. നോ പറഞ്ഞാൽ നോന്ന്. ഞാൻ ചത്തി അവിടെ ഇച്ചിരി കഴിക്കുന്ന പറഞ്ഞിട്ട് കഴിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ പോട്ടെ ഡയറ്റ്. ഇവിടെ ഒരു കള്ളൻ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് നല്ലോണം കേട്ടി കിറ്റിന്റെ ക്യാപ്പില് ഡാഡ അങ്ങോട്ട് നോക്കുമ്പോ ഓരോരോ വായ എടുക്കണായിരുന്നു ഡിസേർട്ട്. അപ്പൊ ഇനി പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഇല്ല. നമ്മുടെ കാർ വന്നു ഗൈസ്. നോക്കൂ, നമ്മുടെ വണ്ടി വന്നു. ഇനി വണ്ടി കയറുന്നു പോകുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്ത വ്ലോഗിൽ കാണാം. Until then you guys stay tuned. Bye bye. Bye bye. Bye ഇല്ലേ പറയണ്ടായിട്ട് കാരാ. Bye guys. ഗൈസ് അങ്ങനെ കിടിലം ഫുഡൊക്കെ നമ്മൾ കഴിച്ചു. ഫുഡിനേക്കാൾ ഡിസേർട്ടാണ് കഴിച്ചത് ഗൈസ്. ഞാൻ സുനോക്ക് ഒരു വെറ്റി മിഴുങ്ങുന്നുണ്ടായിരുന്നു ഗൈസ്. മണ്ണിച്ചു പോയി. അയ്യോ മണ്ണിച്ചു ഗൈസ്, മണ്ണിച്ചു. എപ്പോ നോക്കൂ ഗൈസ്, നമ്മുടെ എറണാകുളം റോഡ് നോക്കൂ. എറണാകുളം എന്ത് നമ്മളെ കഴിഞ്ഞ വ്ലോഗിലും ഇങ്ങനെ റോഡിൽ സൈഡിലുണ്ടായിരുന്ന ഒരു ക്ലിപ്പിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഭയങ്കര നല്ലൊരു ക്ലൈമറ്റ് അല്ലേ. ഒരു കഴിഞ്ഞ ദിവസം എങ്ങനെയായിരുന്നു കഴിഞ്ഞ വ്ലോഗിൽ? നമ്മളിപ്പോ സീപോർട്ട് എയർപോർട്ട് റോഡിലാണ്. അയ്യോ ശ്വാസം മുട്ടിയെടുക്കാൻ പറ്റില്ല ഗൈസ്. എനിക്കും ടൈറ്റായി. മമ്മ എവിടെ? ഞാനും മമ്മക്ക് ബ്രൗണി ഭയങ്കര ഇഷ്ടമായി മമ്മക്ക് അല്ലെ. കുറുമ കാണിച്ച് ഓടി നടന്നിട്ട് തലയിൽ ഒരു ചെയറൊക്കെ മുട്ടി. എന്നിട്ട് അടങ്ങി ഒതുങ്ങി എന്റെ കയ്യിലിരിപ്പുണ്ട്. നന്നായി. സോനു ചോദിക്കണായിരുന്നു ഒരു വീഴ്ചയിൽ നീ നന്നായ കുട്ടി. ഇതൊക്കെ പിടിച്ചു കയറും. അയ്യോ കൈ കടച്ചിട്ട് വയ്യ. ഞാൻ പിടിയാ. ബ്രൗണി ഇവിടെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഇത് കഴിക്കുമ്പോഴും ഒരാൾ കട്ടക്ക് ഡയറ്റ് പിടിച്ച് ഒരു വായ പോലും കഴിച്ചില്ല. എനിക്ക് തോന്നുന്നു ഈ ഡയറ്റ് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും എന്നാ തോന്നുന്നത്. പക്ഷെ യൂഷ്വലി ഡയറ്റ് ചെയ്യുമ്പോ ഇങ്ങനെ ഒന്ന് വായ വെച്ച് കൊടുത്ത കഴിക്കാറുണ്ട്. ഇത് അതുപോലില്ല. നോ പറഞ്ഞാൽ നോന്ന്. ഞാൻ ചത്തി അവിടെ ഇച്ചിരി കഴിക്കുന്ന പറഞ്ഞിട്ട് കഴിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ പോട്ടെ ഡയറ്റ്. ഇവിടെ ഒരു കള്ളൻ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് നല്ലോണം കേട്ടി കിറ്റിന്റെ ക്യാപ്പില് ഡാഡ അങ്ങോട്ട് നോക്കുമ്പോ ഓരോരോ വായ എടുക്കണായിരുന്നു ഡിസേർട്ട്. അപ്പൊ ഇനി പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഇല്ല. നമ്മുടെ കാർ വന്നു ഗൈസ്. നോക്കൂ, നമ്മുടെ വണ്ടി വന്നു. ഇനി വണ്ടി കയറുന്നു പോകുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്ത വ്ലോഗിൽ കാണാം. Until then you guys stay tuned. Bye bye. Bye bye. Bye ഇല്ലേ പറയണ്ടായിട്ട് കാരാ. Bye guys.